നമ്മൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് സ്റ്റുഡൻസ് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, സാർ എൻ്റെ മനസ്സിൽ ഉത്തരമുണ്ട്, പക്ഷേ അത് ഇംഗ്ലീഷിലാക്കി എഴുതാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കില്ല. അവിടെ എൻ്റെ സ്പെല്ലിങ് തെറ്റുന്നുണ്ടോ, വേർഡ്സ് തെറ്റുന്നുണ്ടോ, ഗ്രാമർ തെറ്റുന്നുണ്ടോ എന്ന് എപ്പോഴും കൺഫ്യൂഷനാണ്. നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല. നമ്മളൊക്കെ ഇംഗ്ലീഷ് പഠിച്ചിരുന്ന സമയത്ത് എല്ലാവരും ഫേസ് ചെയ്തിരുന്ന ഒരു മെയിൻ പ്രശ്നമാണ് മനസ്സിലുള്ള ഉത്തരം അതുപോലെ ഇംഗ്ലീഷിലാക്കി എഴുതാനുള്ള ആ ഒരു കോൺഫിഡൻസ് കുറവ്. നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിലൂടെ, ഗ്രാമർ വീഡിയോ സീരീസിലൂടെ നമ്മൾ ഈ ഒരു പ്രശ്നമാണ് പരിഹരിക്കാൻ പോകുന്നത്. ഓരോ വീഡിയോ മുന്നിലേക്ക് പോകുമ്പോഴും അല്ലേ നമുക്ക് ആ കോൺഫിഡൻസ് ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരാം. അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ഉത്തരം അതുപോലെ ഇംഗ്ലീഷിലേക്ക് മാറ്റി എഴുതാനുള്ള ഒരു കോൺഫിഡൻസിൽ നമ്മൾ എത്തും. നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് സെക്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാന്ന് പറഞ്ഞവരാണ് ഫുൾ കോൺഫിഡൻസോടുകൂടെ ഈ കാണുന്ന സെന്റൻസുകളൊക്കെ അടിപൊളിയാക്കിയിട്ട് ഉണ്ടാക്കിയിരുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റ് നമ്മൾ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സെന്റൻസുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിട്ട് ഒരുപാട് പേര് ഇതിൽ സെന്റൻസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ കമന്റ്സിൽ നിന്നാണ് നമ്മൾ ഓരോ വീഡിയോസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കൂടുതൽ ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടുന്നതും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഗ്രാമർ സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഫ്യൂച്ചറിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഓൾറെഡി പ്രസന്റ് ടെൻസിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തു. നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് കിടിലൻ ഓക്സിലറി വെർബുകളാണ് വില്ലും വുഡും. ഓക്കെ, സോ വില്ലും വുഡും യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്കൊരു കൺഫ്യൂഷൻ വരാറുണ്ട്, ഇടയ്ക്ക് നമ്മൾ തെറ്റിക്കാറുണ്ട്. 1-2 റൂൾസ് പഠിച്ചാൽ ഇനി ഇതൊരിക്കലും തെറ്റൂല. സോ വില്ലും വുഡും വെച്ച് നമുക്ക് ഇനി ധൈര്യപൂർവ്വം കോൺഫിഡൻ്റ്ലി നമുക്ക് സെന്റൻസുകൾ ഉണ്ടാക്കാം ഈ ഒരു വീഡിയോ കഴിയുന്നതോടുകൂടെ. നമ്മുടെ ഒന്നാമത്തെ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ കണ്ടൊരു കമന്റ് ആയിരുന്നു, സാർ വില്ലൻ വുഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഒന്ന് പറഞ്ഞുതരുമോ? സോ അമൻ ആദം ചോദിച്ചിട്ടുള്ള ഈ ഒരു കമന്റ് സെക്ഷനിൽ നിന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്കൊരു പാരഗ്രാഫ് കാണിച്ചുതരാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഈ ഒരു പാരഗ്രാഫിൽ ഞാൻ വില്ലും വുഡും തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. യെസ്റ്റർഡേ ഇറ്റ് വാസ് റെയിനിങ്, സോ ഐ വിൽ സ്റ്റേ അറ്റ് ഹോം ആൻഡ് റെഡ് എ ബുക്ക്. മൈ ഫ്രണ്ട് കോൾഡ് ആൻഡ് സെഡ് ഹി വിൽ കെയിം ഓവർ, ബട്ട് ഹി ഡിഡൻറ്റ്. We planned that we will play chess together. If he had brought his board, we will has played. Later, I made some tea and thought he would like it, but he never came. ഞാനിത് വായിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ഇംഗ്ലീഷ് വായിക്കുന്നതിൽ എന്തൊക്കെയോ തെറ്റുണ്ട് ഇതിൽ കൊടുത്ത ഈ വില്ലും വുഡും തമ്മിൽ. സോ ആ ഒരു തെറ്റ് വരുന്നതുകൊണ്ടാണ് നമുക്കത് വായിക്കാൻ ഒരു കല്ല് കടിക്കുന്നത്. ഇതിൻ്റെ തെറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും ഈ വീഡിയോ കഴിയുന്നതോടുകൂടെ. നമ്മൾ ആദ്യം വില്ലാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. വില്ല് നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഭാവിയിൽ നമുക്ക് നടക്കുന്ന ഉറപ്പുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഉറപ്പുണ്ട് ഇങ്ങനെ നടക്കും എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വില്ല് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് നമ്മൾ വില്ല് യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഐ വിൽ സ്റ്റഡി ടു നൈറ്റ്, ഞാൻ ഇന്ന് രാത്രി പഠിക്കും. അതെനിക്ക് ഏകദേശം ഒരു ഉറപ്പുള്ള കാര്യമാണ്. ഷീ വിൽ ഡു ഹർ ഹോംവർക്ക്. ഷീ വിൽ കോൾ വേണ്ട. ഷീ വിൽ ഡു ഹർ ഹോംവർക്ക്, അവളുടെ ഹോംവർക്ക് ചെയ്യും. ദേ വിൽ ഫിനിഷ് ദ പ്രൊജക്ട്, അവരുടെ പ്രൊജക്ട് ഫിനിഷ് ചെയ്യും. ഐ വിൽ ബി എ ടോപ്പർ ദിസ് ഇയർ, അത് ഞാൻ ഒരു ഉറപ്പോട് കൂടിയാണ് പറയുന്നത്. ഞാൻ ഈ വർഷം ഒരു ടോപ്പറായിട്ട് മാറും. ആ ഒരു ഉറപ്പിന്റെ പുറത്താണ് ഞാനത് പറയുന്നത്. സോ ഇങ്ങനെ ഭാവിയിൽ നടക്കുന്ന ഒരു ഉറപ്പുള്ള, ഒരു സെർട്ടൈനിറ്റി ഉള്ള ഫ്യൂച്ചറിനെ കുറിച്ച് പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? വില്ല് യൂസ് ചെയ്യേണ്ടത്. വില്ല്, വുഡ് എന്നൊക്കെ പറയുന്നത് ഒരു ഓക്സിലറി വെർബാണ്. ഇങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ വില്ല് യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് വുഡ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പഠിക്കാം. വുഡ് നമ്മൾ ഒരു കേസിലല്ല, 4 കേസുകൾ, 4 സിറ്റുവേഷൻസിൽ നമ്മൾ വുഡ് യൂസ് ചെയ്യും. ഒന്ന്, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ വില്ലിനെ പാസ്റ്റ് ടെൻസിൽ പറയുമ്പോൾ അവിടെ നമ്മൾ വുഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. രണ്ടാമത്തത്, നമ്മൾ നടന്നിട്ടില്ല പക്ഷേ ഒരു ഭാവി നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്ത് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ വുഡ് യൂസ് ചെയ്യും. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു കണ്ടീഷൻ വെച്ച് പറയുമ്പോഴാണ്, ഇങ്ങനെ നടന്നാൽ അങ്ങനെ നടക്കും, ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നേനെ എന്നൊക്കെ പറഞ്ഞ് ഒരു കണ്ടീഷൻ വെച്ച് പറയുന്നതാണ് നമ്മുടെ മൂന്നാമത്തെ ടൈപ്പ്. നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ വളരെ പൊളൈറ്റായിട്ട് ആ വാതിലൊന്ന് തുറന്നു തരുമോ, അല്ലെങ്കിൽ ആ ടി-വിയുടെ സൗണ്ട് ഒന്ന് കുറക്കുമോ, നമ്മൾ പൊളൈറ്റായിട്ട് പറയുമ്പോഴാണ് നമ്മൾ പിന്നെ വുഡ് യൂസ് ചെയ്യുന്നത്. ഈ 4 കേസുകളും നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി പോകണം. ഒന്നാമത്തെ ടൈപ്പാണ് നമ്മൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ വില്ല് യൂസ് ചെയ്യുമ്പോൾ അത് വുഡിലേക്ക് മാറുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ വിളിക്കുന്ന സമയത്ത് ഫ്രണ്ട് പറയാണ്, ഞാൻ നിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുക എന്നുള്ളത്. അത് നമ്മൾ പ്രസന്റ് ടെൻസിൽ എങ്ങനെ പറയാം? ഷീ സേസ് ഷീ വിൽ കോൾ മീ ലേറ്റർ എന്നുള്ളതാണ് നമ്മൾ പ്രസന്റ് ടെൻസിൽ ഫ്യൂച്ചറിലേക്ക് പറയണം. അതായത് അവൾ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കും എന്നാണ് പറഞ്ഞത് എന്നുള്ളത്. ഈ വില്ലാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. കാരണം ഇവിടെ നമ്മൾ പ്രസന്റ് ടെൻസിൽ നിന്നുകൊണ്ടാണ് ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നത് അല്ലേ.
ഇനി ഇതേ കാര്യം നമ്മൾ പാസ്റ്റ് ടെൻസിൽ നിന്നുകൊണ്ടാണ് പറയുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വില്ലല്ല യൂസ് ചെയ്യുക, അവിടെ നമ്മൾ വുഡാണ് യൂസ് ചെയ്യുക. ഇതേ സെന്റൻസ് തന്നെയാണ്, പക്ഷെ ഇവിടെ എന്തായി, സെഡ് എന്നായി. പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് സേസ് എന്നുള്ളത് എന്തായിട്ട് മാറി, സെഡ് എന്നുള്ളതായി. അതായത് അതിന്റെ V2യിലേക്ക് അത് മാറി. ഇവിടെ വില്ലാണ് നമ്മൾ കൊടുത്തത് അല്ലെ പ്രസന്റ് ടെൻസിൽ, പക്ഷെ ഇവിടെ എന്തായിട്ട് മാറും, അതായത് ഇത് പ്രസന്റ് ടെൻസ് ആണെന്നല്ല, പ്രസന്റ് സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് പറയുന്ന സമയത്ത് നമ്മൾ ഇവിടെ വില്ല് എന്നുള്ളത് വുഡായിട്ട് മാറും നമ്മൾ പാസ്റ്റിൽ നിന്നുകൊണ്ട് ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്ന സമയത്ത്. വേറൊരു എക്സാമ്പിൾ നോക്കിയോ, ഹി ടോൾഡ് മീ ഹി വുഡ് ഹെൽപ്പ് വിത്ത് മൈ ഹോംവർക്ക്. അവൻ എൻ്റെ ഹോംവർക്കിൽ ഹെൽപ്പ് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ അത് പാസ്റ്റിലാണ് നമ്മൾ പറയുന്നത്, ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ദേ സെഡ് ദേ വുഡ് അറൈവ് അറ്റ് 6 PM. 6 മണിക്ക് വരുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പാസ്റ്റിൽ നിന്നുകൊണ്ടാണ് ഫ്യൂച്ചറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് മടിയന്മാരാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന് വൈകുന്നേരം മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ എനിക്കൊന്ന് പുറത്തു പോവായിരുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച സമയം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചു നേരം പഠിക്കായിരുന്നു. ഇതൊന്നും നടന്നിട്ടില്ല, ഇതൊക്കെ ഇമാജിനറിയാണ്, അല്ലെങ്കിൽ കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ വുഡ് രണ്ടാമതായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനു മുന്നേ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മളിത് ഈ പാസ്റ്റ് ടെൻസ് ഓഫ് വില്ല് പഠിച്ചില്ല, നമ്മുടെ ഒന്നാമത്തെ ടൈപ്പ്. ഇത് നമ്മൾ ഈ വർഷം പഠിക്കാൻ പോകുന്ന ഒരു വലിയ ഗ്രാമർ ടോപ്പിക്കാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ ഇഷ്ടംപോലെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പോകും. വില്ലും വുഡുമുള്ള കൺവേർഷൻ ഒരുപാട് നമ്മൾ യൂസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇപ്പം നമുക്കത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് വീണ്ടും വീണ്ടും തെറ്റിക്കും. അതായത് വില്ല് നമ്മൾ പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ അത് വുഡായിട്ട് മാറും എന്നുള്ളത് മാത്രം നിങ്ങൾ ഇപ്പം അറിഞ്ഞാൽ മതി. രണ്ടാമത്തെ കേസാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, അതായത് ഇമാജിനറിയാണ്, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാണ്, ഐ വുഡ് സ്റ്റഡി ടു നൈറ്റ് ഇഫ് ഐ ഹാഡ് ടൈം ആഫ്റ്റർ ദ ഗെയിം കളിച്ച് സമയം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പഠിക്കാമായിരുന്നേനെ എന്നാണ് അവിടെ പറയുന്നത്. അല്ലെങ്കിൽ ഐ വുഡ് ഗോ ഫോർ എ വാക്ക് ഇഫ് ഇറ്റ് ഡിഡ്ന്റ് റെയിൻ. എല്ലായിടത്തും ഒരു ഇഫ് വന്നുകൊണ്ടോ, അതായത് എപ്പോഴും ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് പറയുന്നത്. ഇന്ന് വൈകുന്നേരം മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് പുറത്ത് നടക്കാൻ പോകായിരുന്നു. എപ്പോഴും ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ അവിടെ പറയുന്നത്. ഷീ വുഡ് കോൾ യു ഇഫ് ഷീ ഫിനിഷ്ഡ് ദ വർക്ക് ഏർലി. അവളുടെ പണി നേരത്തെ തീർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ വിളിക്കുമായിരുന്നേനെ എന്നാണ് നമ്മൾ പറയുന്നത്. എപ്പോഴും എന്താണ്, ഒരു കണ്ടീഷൻ ഉണ്ട് അവിടെ, അല്ലെങ്കിൽ ഒരു ഇമാജിൻഡ് ഫ്യൂച്ചറാണ്, നടന്നിട്ടില്ല, ഇമാജിൻഡ് ആണത്. നമ്മുടെ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നതിൽ നമ്മൾ ഒരാളോട് വളരെ വിനയത്തോടെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ നാലാമതായിട്ട് വുഡ് യൂസ് ചെയ്യുക. വുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ ഫോർ മീ. ആ വാതിൽ ദയവായി ഒന്ന് തുറന്നു തരുമോ, അല്ലെങ്കിൽ വുഡ് യു ഹെൽപ്പ് മീ ക്യാരി ദിസ് ബാഗ്, എന്നെ ഒന്ന് ഈ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കോ. ഇങ്ങനെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, വുഡ് യൂസ് ചെയ്യാം. അതാണ് നമ്മുടെ നാലാമത്തെ കേസ് എന്ന് പറയുന്നത്. ഈ നാലാമത്തെ കേസ്, ഈ 4 സിറ്റുവേഷൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറുമ്പോൾ വില്ല് വുഡായിട്ട് മാറും. പാസ്റ്റ് ടെൻസ് ആണോ അവിടെ വില്ല് യൂസ് ചെയ്യരുത്, അവിടെ വുഡാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മളൊരു കണ്ടീഷൻ വെച്ച് പറയുമ്പോഴും നമ്മളൊരു ഇമാജിൻഡ് ഫ്യൂച്ചർ വെച്ച്, അതായത് ഭാവിയിൽ നടന്നിട്ടില്ല, ഇമാജിൻഡ് ആണ്, അതായത് സാങ്കല്പികമായിട്ടുള്ള ഒരു ഭാവിയെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ അവിടെ വുഡാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഒരാളോട് വളരെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുമ്പോഴും നമ്മൾ അവിടെ വുഡാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി 2 റൂൾസ് പഠിക്കാം. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് സിമ്പിളാണ്. വില്ലും വുഡും യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ എപ്പോഴും വെർബിന്റെ ഫസ്റ്റ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ സ്വിം, റൺ, അല്ലെങ്കിൽ വാക്ക്, ജംപ്, ഇങ്ങനെ തുടങ്ങുന്ന വെർബിന്റെ ഫസ്റ്റ് ഫോം മാത്രമേ നമ്മൾ അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അതായത് നമ്മൾ ഐ വിൽ ഗോ എന്നാണ് പറയേണ്ടത്, ഐ വിൽ വെൻഡ് എന്ന് പറയരുത്. ഷീ വുഡ് ഹെൽപ്പ് എന്നാണ് പറയേണ്ടത്, ഷീ വുഡ് ഹെൽപ്ഡ് എന്ന് പറയരുത്. ദേ വിൽ കോൾ യു എന്നാണ് പറയേണ്ടത്, ദേ വിൽ കോൾഡ് യു എന്ന് പറയരുത്. അതായത് വെർബിന്റെ ഫസ്റ്റ് ഫോം മാത്രമേ വില്ലും വുഡും യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത്, നമ്മൾ വില്ലും വുഡും യൂസ് ചെയ്തതിന് ശേഷം ഒരിക്കലും ഹാസ് യൂസ് ചെയ്യരുത്, എപ്പോഴും ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. വെരി സിമ്പിൾ ആയിട്ടുള്ള 2 റൂളുകളാണ്. അതായത് ഐ വിൽ ഹാവ് എ പാർട്ടി എന്നാണ് പറയുന്നത്, ഐ വിൽ ഹാസ് എ പാർട്ടി എന്ന് യൂസ് ചെയ്യരുത്. അല്ലെങ്കിൽ ഹീ വിൽ ഹാസ് എ പാർട്ടി എന്ന് ഒരിക്കലും യൂസ് ചെയ്യരുത്, ഹീ വിൽ ഹാവ് എ പാർട്ടി. വില്ലും വുഡും വന്നു കഴിഞ്ഞാൽ അവിടെ ഹാവ് ആണ് യൂസ് ചെയ്യരുത്, ആ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്, ഹാസ് യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും വില്ലും വുഡും യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. 2 റൂൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്റ്റർഡേ ഇറ്റ് വാസ് റെയിനിങ് സോ ഐ വിൽ സ്റ്റേ അറ്റ് ഹോം ആൻഡ് റെഡ് എ ബുക്ക്. യെസ്റ്റർഡേ ആണ്, പാസ്റ്റ് ടെൻസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വില്ല് യൂസ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഐ സ്റ്റേഡ്
ഐ സ്റ്റേഡ് അറ്റ് ഹോം ആൻഡ് റെഡ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ മതി. മൈ ഫ്രണ്ട് കോൾ മീ ആൻഡ് സെഡ് ഹി വിൽ കെയിം ഓവർ എന്ന് നമ്മൾ പറയോ? ഇവിടെ ഇത് ഓൾറെഡി സെഡ് എന്ന് പറഞ്ഞത് പാസ്റ്റ് ടെൻസിലായതുകൊണ്ട് ഇവിടെ വില്ല് പറ്റൂല. ഇവിടെ എന്ത് വരണം? ഇവിടെ വുഡ് വരണം. അതുപോലെ കെയിം എന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പാടുണ്ടോ? വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ഹി വിൽ കം ഓവർ എന്നുള്ളതായിട്ട് മാറും. ബട്ട് ഹി ഡിഡൻറ്റ്. വി പ്ലാൻ ദാറ്റ് വി പ്ലാൻഡ് എന്ന് പറയുമ്പോഴും ഇതെന്താണ്? V2ലാണ്, പാസ്റ്റ് ടെൻസിലാണ്. ഇതും വുഡായിട്ട് മാറും. ഓക്കെ, വി അഗെയിൻ ഇവിടെയും പാസ്റ്റ് ടെൻസിലാണ്. വി വുഡ്, ഹാസ് അല്ല ഹാവ്. നമ്മുടെ രണ്ടാമത്തെ റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. വി വുഡ് ഹാവ് പ്ലേഡ് എന്നുള്ളതായിട്ട് മാറും. ലേറ്റർ ഐ മെയ്ഡ് സം ടീ ആൻഡ് തോട്ട് ഹി വുഡ് ലൈക്ക് ഇറ്റ്. ഇത് കറക്റ്റ് ആണ്, ഇതിൽ തെറ്റൊന്നുമില്ല. ഇവിടെ ഓൾറെഡി തോട്ട് എന്ന് പറയുന്നത് എന്താ? വെർബിന്റെ സെക്കൻഡ് ഫോമിലാണ്, അതായത് പാസ്റ്റ് ടെൻസിലാണ്. പാസ്റ്റ് ടെൻസിൽ നമ്മൾ വില്ലല്ലോ വുഡ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിമ്പിൾ ആയിട്ടുള്ള 2 റൂളും ഈ 4 കേസുകളിൽ എപ്പോഴൊക്കെയാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇനി വില്ലും വുഡും വെച്ചുകൊണ്ട് ഒരു സെന്റൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതാണ് നിങ്ങളുടെ ഹോംവർക്ക് എന്ന് പറയുന്നത്. നിങ്ങളുടെ കമന്റ്സിൽ നിന്ന് പിക്ക് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. നിങ്ങളെ കമന്റ്സിൽ നിന്ന് ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള കമന്റ്സ് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഗ്രാമർ ടോപ്പിക്സ് താഴെ നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.